ऑल इंडिया टूर साइकिल यात्रा രക്ഷയില്ലാത്തൊരു വ്യൂ ആയി കണ്ടു. അടിപൊളി കപ്പലണ്ടി കണ്ടു. ഫ്രഷ് കപ്പലണ്ടി. ട്രക്കിന്റെ വിലയാണ് കേട്ടോ പറയണത്. ക്ലാസ് റൂം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ട്രാവൽ ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ കിടന്ന പമ്പ് ഇതാണ് കേട്ടോ. പുളിയും പല്ല് തേപ്പും എല്ലാം കഴിഞ്ഞ് അടിപൊളിയായി ഹാപ്പിയായി. കാണുമ്പോൾ ഒരു ഉഷാറില്ലേ. അപ്പോൾ ഇത് ഇന്നലെ കിടന്ന പമ്പാണ് കേട്ടോ ഇത്. അപ്പോൾ വണ്ടിയൊക്കെ ആണെങ്കിലും ഒതുക്കിയിടാനായിട്ട് സ്ഥലം കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ സുഖമായി കിടന്നുറങ്ങി, അതുപോലെ തന്നെ സുഖമായി കുളിച്ച് ബാത്റൂമിൽ പോയി ടോയ്ലറ്റിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്ത് സൂപ്പറായി. അപ്പം പുതിയ പുതിയ കാഴ്ചകൾ ഇന്നത്തെ തേടി നമുക്ക് നീങ്ങാം. പോവാ അല്ലേ. രാവിലെ ഗ്രാമം തപ്പി ഇറങ്ങിയതാ. ഗ്രാമം തപ്പി ഇറങ്ങിയിട്ട് ഗ്രാമം കാണുന്നില്ല. വന്ന് വഴി പോയി വഴി ഇങ്ങനെയായി. രണ്ട് സൈഡിലും, ഒരു സൈഡിൽ പുളിമരം, മറ്റേ സൈഡിൽ മാവുകൾ നിറച്ച് നട്ടിട്ടുണ്ട്. നിറച്ച് മണ്ണെടുത്ത സ്ഥലം. അങ്ങനെ മാത്രമുള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും കാണുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്നൊരു പുളി അങ്ങ് പൊട്ടിച്ച് കഴിച്ചാലോ എന്നാണ്. അപ്പോൾ അതായത് ചായ കുടിച്ചിട്ടില്ലല്ലോ, ചായ കുടിക്കുക അല്ലെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നണു ഒരു പുളി അങ്ങ് പൊട്ടിച്ച് കഴിച്ചാലൊന്നും. പക്ഷേ പുളി കഴിക്കണോ വേണോ നോക്കി നോക്കാം. എൻ്റെ എക്സ്പ്രഷൻ, പുളി കഴിച്ചാൽ എൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. അയ്യോ, പുഴുള്ള പുളി രാവിലെ തന്നെ വേറെ ഇത് നോക്കാം. പണി കിട്ടാന്ന് പറഞ്ഞ ഇതാണ്, പുളി തിന്നാൻ പോയിട്ട്. നമ്മുടെ പുളിയല്ല, അതിൻ്റെ ഇരട്ടി പുളിയുള്ള പുളി. നമുക്ക് പ്രാന്തൻ്റെ അവിടേക്ക് പോവാം. പ്രാന്താ, പോവാ. ചായ കുടിക്കാൻ നിർത്തിയതാണ്. ദേ ഇവിടെ ഒരു ഓട്ടോറിക്ഷയിൽ തന്നെയാണ് കേട്ടോ ചായക്കട സെറ്റപ്പൊക്കെ നോക്കിയേ. ഫുൾ സെറ്റപ്പാണ്. ചായ വേണമെങ്കിൽ ഇതെങ്ങനെ കെറ്റിൽ കൊണ്ടുവന്നുണ്ട്. പിന്നെ മുളക് ബജ്ജി അല്ല, മുളക് ബജ്ജി എന്നെ ചൊല്ലും ഇതൊക്കെ മുളക് ബജ്ജി. ഇത് ഉഴുന്നുവട അല്ലേ. ഇതേ അപ്പം തന്നെ ഉണ്ടാക്കുകയാണ് കണ്ടു. അടിപൊളി ഫ്രഷ് സാധനം. ചേച്ചി പടക്കാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉഴുന്നുവട, ഞാൻ രാവിലെ ഒന്നും കഴിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്ര നല്ല ഉഴുന്നുവട നമ്മുടെ മുന്നിൽ വെച്ച് ഉണ്ടാക്കി തരുമ്പോഴേ കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ. അപ്പോൾ 2-3 ഉഴുന്നുവട അങ്ങോട്ട് പടക്കട്ടെ കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടാവും, കണ്ടറിയാം. അതേ ഒപ്പം മൊരിഞ്ഞിട്ടാണ് ഇരിക്കണത്. ഒന്നുകൂടി ചട്നി കൊഞ്ചം പോതും പോതും. സാമ്പാർ കൊഞ്ചം സാമ്പാർ പോതും. അപ്പോൾ ഇത് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ, എന്താണ് പരിപാടി എന്നുള്ളത് അറിയാലോ. അപ്പോൾ മറ്റുള്ള സ്ഥലത്ത് പോയാൽ ഫുഡ് നല്ലത് കിട്ടില്ല എന്ന് പറയില്ലേ, വെറുതെ പറയണതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടേക്കാളും നല്ല അടിപൊളി ഫുഡ് കിട്ടിയ ഇവിടെയാണ്. കഴിക്കട്ടെ കേട്ടോ. ചായ ഊതി കുടിക്കുന്ന ഞാൻ. നല്ല ചൂടാണ് കേട്ടോ, നല്ല ചായ. ഏലക്കായൊക്കെ ഇട്ടുണ്ട്, അത് സൂപ്പർ ചായയാണ്. ഈ ബയ്യയുടെ കടയിൽ നിന്നാണ് നമ്മൾ ചായ ഒക്കെ കഴിച്ചത്. 2 ചായ ഞാൻ കഴിച്ചത് കേട്ടോ. ഇതേവരെ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. 2 ചായ, 4 മറ്റേ എന്താ പറയുക നമ്മുടെ ഉഴുന്നുവട, 1 ഇഡ്ഡലി, 2 ചായ. ഇത് ഞാൻ കഴിച്ചു, കാരണം അത്ര ബെസ്റ്റ് ആയിരുന്നു സാധനം. അപ്പോൾ ആളിത് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ വെറും 35 രൂപയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളൂ. ഇത് കണ്ടു, ചട്നി, സാമ്പാർ, ഇത് മസാലക്കറി, മസാലക്കറി, മുളക് ചമ്മന്തി. ഇതൊക്കെ ബെസ്റ്റ് സാധനമായിരുന്നു കേട്ടോ. ഇഡ്ഡലിയുടെ അപ്പം നല്ല പെടയാണ്. പിന്നെ ഇതൊരു റൈസ്. ഭയ്യ ഭയ്യ इसका अंदर മുർമുറാക്ക ഫ്രൈ. എന്താണോ രാവിലത്തെ ഫുഡ് തന്നെയാന്നുണ്ട്. ഓ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാന്ന് പറയണത്. ചേച്ചി ഉള്ളില് ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്.
പൂരിയൊക്കെ ലൈവ് ഇവിടെ ഉണ്ടാക്കുക തന്നെയാണ് കേട്ടോ. അതെ ഇപ്പൊ ഉളച്ചു വരുന്ന നോക്കിയേ. ചേച്ചി തുമ്മാരെ നാം ക്യാ ഹൈ? ഗോപികമ്മ. ഗോപികമ്മ അതേ പെഡായിട്ട് കണ്ടോ സംഭവം പൊരിക്കുക. അടിപൊളി. അപ്പൊ ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഫുഡ് മേടിച്ച് കഴിക്കണം. നിസ്സാര പൈസയുള്ളൂ, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെയുള്ള പയ്യന്മാരോടൊക്കെ നമ്മൾ വർത്താനം പറഞ്ഞു. ആള് ഒരു ഡിസൈൻ വർക്കറാണ്. ഈ വക കാര്യങ്ങൾക്ക് വരുമ്പോൾ ഇല്ലേ ആൾക്കാരുടെ സപ്പോർട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. എല്ലാവരും നമുക്ക് സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നീങ്ങി അടുത്തടുത്ത സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവാം. ഓക്കെ. जय सिया राम। किधर जाएगा? ऑल इंडिया टूर साइकिल यात्रा। ऑल इंडिया। इधर से आ गए तुम लोग? किधर से? हम लोग काशी से चला, काशी, बिहार, झारखंड, उड़ीसा, आंध्रा, तमिलनाडु, केरला। केरला आएगा तुम? हाँ, मैं केरला हो वाला गया, हो गया, पूरा तो हो गया। अभी श्री सैलम, सैलम, फिर महाराष्ट्र, फिर गुजरात, फिर उसके एमपी, फिर अयोध्या। देखिए कितना एज है? एज 45। तुमको? 35। നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ? നോക്ക് സൈക്കിളും क्या चीज है? യൂട്യൂബ് ചാനലേ സൈക്കിളും ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ആൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. നോക്കിയാൽ ഇവരുടെ ഒരു ഡ്രസ്സും കാര്യങ്ങളും. അപ്പോൾ എൻ്റെ അമ്മ 12 साल 12 കൊല്ലം ആയിട്ട് കട്ട് നെയ് കരേഗാ? അപ്പൊ ഇനി കട്ട് ചെയ്യില്ല. 12 കൊല്ലമായിട്ട് എങ്ങനെയാണെന്നാണ് പറയണത്. ഇപ്പൊ ആളുടെ ഒരു ഇത് കണ്ടില്ലേ, താടിയൊക്കെ ഹായ് അടിപൊളി. ഇവരുടെ നോക്കിയാൽ ഫുള്ള് വെള്ളം ജഗ്, അതുപോലെ തന്നെ ഇവരുടെ ഫുള്ള് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ച് സൈക്കിളിൽ കെട്ടിയേക്കാണ്. സാധാ സൈക്കിള്. അപ്പോൾ ഈ ചേട്ടന്മാരിങ്ങനെ കറങ്ങാനിറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ എന്തായാലും എന്താ പറയുക, നമുക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. നമ്മൾ കാറിൽ പോകുമ്പോൾ തന്നെ വലിയ റിസ്ക്കാന്ന് വയ്ക്കുക. ഇതിപ്പോൾ ഓൾ ഇന്ത്യ ഫുള്ള് ഇവർ സൈക്കിളുമേ പൊരിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഒന്നും പറയാനില്ല. വിഷ് യു ഗുഡ് ലക്ക്. ഓക്കെ ഓക്കെ. ट्रैवल ब्रोस सब्सक्राइब करो. ആള് വരെ പറഞ്ഞു ട്രാവൽ ബ്രോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ. ടാറ്റ ബൈ 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 ബൈ. ശരി. നമുക്ക് യാത്രകളിലൊക്കെ ഇല്ലേ ഒരുപാട് ആൾക്കാരിങ്ങനെ കിട്ടൂട്ടാ. അത് ഭയങ്കര ഭാഗ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇത്ര അധികം സൈക്കിൾ ചവിട്ടി ഇങ്ങനെ സന്യാസി രൂപത്തിൽ നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ അവിടെ ആരെങ്കിലും വില വയ്ക്കും. പക്ഷേ ഇവർ നോക്കിയേ ഈ കണ്ട സംസ്ഥാനങ്ങൾ മുഴുവൻ അതുപോലെ തന്നെ സൈക്കിൾ ചവിട്ടി ഇതേ അവർ മുന്നിൽ പോകണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങനെ പോകണമെങ്കിൽ അവർ പറയാ വേഗം ഫോട്ടോ എടുക്കാൻ, എന്നിട്ട് വേണം പോകാനെന്ന്. അത്ര ധൃതിയിൽ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോവാന്ന്. ദേ ഓക്കെ ബൈ 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 ബൈ. അപ്പൊ അങ്ങനെ നമ്മൾ അവരോട് വിട പറഞ്ഞ് വീണ്ടും മുന്നോട്ട് നീങ്ങാണ് പുതിയ കാഴ്ചകളുമായിട്ട്. ഞാനും പ്രാന്തനും കൂടിയേ ഒന്ന് പുറത്തിറങ്ങി നിന്നതാ കുറച്ചു നേരം. ടൈം പാസ്. കുറേ നേരം വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ തന്നെ ഇരിക്കല്ലേ. അപ്പൊ ടൈം പോകാൻ വേണ്ടി 10 മിനിറ്റ് അവിടെ ഇവിടെയൊക്കെ നിന്ന് ടൈം കളയാണ്. ടൈം കളയല്ല, ടൈം ഒന്ന് നടുവൊക്കെ ഒന്ന് നിവർത്താൻ പറയില്ലേ, അതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാണ്. भैया गाड़ी ऐसा चलते पेट्रोल नहीं है? क्यों ऐसा ഉന്തിക്കൊണ്ട് പോണത്? പെട്രോൾ പമ്പ് പെട്രോൾ नहीं है? എന്താണോ? ശരി ഓക്കെ. ശരി. ഞാൻ പറയുന്നത് ആൾക്ക് മനസ്സിലായില്ല, ആൾ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. പെട്രോൾ കഴിഞ്ഞാണോ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ട് ചോദിച്ചതാ, പെട്രോൾ പമ്പിൻ്റെ അവിടെ വിടാന്ന് വെച്ചിട്ട്. പക്ഷെ എന്താ ചെയ്യുക, ഇങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടാ. അപ്പോൾ ഉഷാറാവട്ടെ. ഞാനൊരു തോട്ടം കണ്ടപ്പോളേ നിർത്തിയതാണ് കേട്ടോ. മുല്ല കൃഷിത്തോട്ടം. മുല്ലപ്പൂ ഉണ്ടായിട്ടില്ല, പക്ഷേ മുല്ല കൃഷി നല്ല അടിപൊളിയായിട്ട് നടത്തുന്ന ഒരു സ്ഥലമാണ്. കണ്ടു, കണ്ടമാനം സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ സാധനമൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ അവിടെ മുല്ലപ്പൂവിൻ്റെ വിലയില്ലേ കണ്ടമാനം കുതിച്ചുയരും കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഇറങ്ങിയതാണ്. ഇപ്പുറത്തും ഒരുപാട് കൃഷികളുണ്ട്. ഇത് ചോളാണ്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് അപ്പുറത്തില്ലേ വേറെ സംഭവമുണ്ട്. ഇതിൽ മുല്ലപ്പൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഫുള്ളില്ലേ
ഇല കാണില്ല, അതേപോലെ നിറച്ചും വരുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടേക്ക് നോക്കുമ്പോൾ ഇത് ചോളം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ചോളത്തിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചോളം നമ്മൾ വേറെ എവിടെയൊക്കെയോ തോട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചോളത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് അപ്പുറത്ത് വേറെ അമരക്കായുടെ ഒരു പരിപാടി ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇതൊക്കെ കണ്ടമാനം ദൂരം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഏരിയ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, അടിപൊളിയാണ്, അടിപൊളിയാണ്. 3 പ്രാവശ്യം അടിപൊളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പറായി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അമരക്കായുടെ തോട്ടക്കൊടിയും കാണാം. ഇന്നലെ ബാംഗ്ലൂർ വെച്ച് കണ്ടിട്ടുള്ള അമരക്കായില്ലേ, അമരക്കായ ഇതേപോലെ ഇല്ലായിരുന്നു കേട്ടോ. വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതേപോലെ ഓരോ അങ്ങനെ സ്റ്റൈലുണ്ടായിരുന്നില്ല. ഇത് നല്ല സ്റ്റൈലായിട്ടാണ് നിൽക്കുന്നത്. അമരക്കായയുടെ ഇത് കണ്ടു, ഓരോന്നും ക്ലീൻ. നമ്മുടെ നാട്ടിലൊക്കെ പന്തലിട്ട് എന്തൊക്കെ പണി ചെയ്തിട്ടല്ലേ ഈ സാധനം ഉണ്ടാക്കണത്. ഇതൊന്നുമില്ല, ഓരോ കുറ്റിയുമ ഈ സാധനം അടിച്ച് കയറ്റിയിട്ട് ഇവർ പിടയ്ക്കുകയാണ് കേട്ടോ. എന്തായാലും പൊളിയാണ്, പൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ് കേട്ടോ. ഈ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും നിങ്ങളും കാണുക തന്നെയാണിത്. ഇവിടെ കുറച്ച് ആൾക്കാർ ഈ സംഭവമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ എല്ലാവരും ഹാപ്പിയാണ്. ക്യാമറ കണ്ടിട്ട് ചിരിച്ചിട്ടാണ് നിൽക്കണത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഹിന്ദിയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സംഭവങ്ങളും അറിയില്ല. ഭാഗ്യത്തിന് എനിക്കും അതറിയില്ല. അപ്പോൾ അത് കാരണം ഇവരെന്ത് പറയണു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ചിരിച്ച് കാണാൻ. പൊട്ടിക്കണമൊക്കെ ചേട്ടൻ പൊട്ടിക്കണം നോക്കിയേ, കണ്ടോ? പൊട്ടിക്കേ നോട്ടെ. ജൽദി കരോ. ജൽദി കരോ. അതേ കണ്ടില്ലേ. എന്തൊക്കെ സംഭവങ്ങൾ പറയണ്ട്. മാറി നിൽക്കാനാണാവോ അറിയില്ല. അപ്പൊ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കിലോ എത്ര വില എന്നുള്ളത് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം. പൈസ കിतना 1 kg 1 kg कितना पैसा 30 तुमको कितने मिला तुमको कितना मिला എന്താണോ? ബസാറിൽ 30 രൂപയാണ്. ഇവരെ എപ്പോഴും വില പറയുമ്പോൾ 1 റുപ്യുള്ള സാധനത്തിന് 10 രൂപ എന്ന് പറയണ കേട്ടോ. അപ്പോൾ 3 രൂപ ഉണ്ടാവുള്ളൂ. അതാണ് ഇവർ 30 രൂപ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഇവർക്ക് ഭാഷ അറിയില്ലാത്ത കാരണം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. കുറച്ച് നേരക്കടി ഞാനിവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ എല്ലാവരും മലയാളം പഠിപ്പിക്കും. എന്തോരാണ് നോക്കിയേ, കണ്ടോ? അടുത്ത സ്ഥലങ്ങൾ തേടി നമുക്ക് നീങ്ങാം. ഓക്കെ, അങ്ങനെ നടന്ന് പ്രാന്തൻ്റെ അടുത്തെത്തിട്ടോ. അപ്പൊ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. എന്തൊരു നല്ല നാട്. ഹായ് ഇഷ്ടായി എനിക്ക് അങ്ങോട്ട്. ഇവിടെ ഇങ്ങോട്ട് താമസിച്ചാലോ. ആർക്കും ഹെൽമെറ്റ് വേണ്ട. എനിക്ക് ഹെൽമെറ്റ് വയ്ക്കാൻ പറ്റില്ലേ. എനിക്ക് ഏറ്റവും അലർജി ഉള്ള സാധനം ഹെൽമെറ്റ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇവിടെ ആന്ധ്രയില് ഹെൽമെറ്റ് വയ്ക്കാത്ത പോലീസുകാർ ഇനി ഉണ്ടോന്ന് നമുക്ക് നോക്കാം. ഒരു വണ്ടിയുടെ മുകളിൽ മറ്റൊരു വണ്ടി, വോൾവോയുടെ ഒരു ട്രക്ക്, വണ്ട ട്രക്ക്, അതൊരു ട്രെയിലറിൽ കയറ്റി കൊണ്ടുപോകണതാണ് കേട്ടാ. നമ്മൾ ഒരുമിച്ച് ടയറൊക്കെ കണ്ടാ ജാതിപ്പെട്ടയാണ് കേട്ടാ. അവിടെ നിന്ന് നോക്കിയ പോലെ അല്ലാട്ട കാര്യങ്ങള്. ഇവിടെ നിറച്ചും മറ്റേ വോൾവോനെ ചുമന്നുകൊണ്ട് പോകുന്ന വണ്ടികളാ. അപ്പൊ നോക്കിയേ, എന്റെ അമ്മ എന്റെ മോനും പോയി. ഒരെണ്ണൊന്നല്ല, നോക്കിയ എന്തൊരു സാധനം നോക്കി ഇവിടെ കിടക്കണേ. വോൾവോന്റെ പുത്തൻ ട്രക്ക്. നമ്മുടെ നാട്ടില് വോൾവോയൊന്നും അധികം ഇല്ല കേട്ടോ. നമ്മുടെ അവിടെ കൂടി വന്ന ഭാരത് ബെൻസ്, അതിൻ്റെ അപ്പുറത്തേക്കില്ല MRFന്റെ ടയറും കാര്യങ്ങളും, ഗ്യാസ്, എയർ ടാങ്ക്, ബാറ്ററി. അമ്മേ 1.5 കോടി രൂപയാണെന്നാണ് ഇവൻ പറയുന്നത്. എനിക്കറിയില്ല ഇതിൻ്റെ വില ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. വോൾവോൻ്റെ ഈ ട്രക്കിൻ്റെ വിലയാണ് കേട്ടോ പറയണത്. 6 യൂണിറ്റ് ട്രക്ക്. ഇതൊക്കെ ഇത്ര പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ട് റോട്ടിലിട്ട് ഓടിയിട്ട് മുതലാവോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയേണ്ട വരും കേട്ടോ. ഇതൊക്കെ രാജസ്ഥാനിലെ വണ്ടികളാണ് കേട്ടോ, ട്രെയിലറുകൾ. ഈ രാജസ്ഥാനിലെ വണ്ടി ബാംഗ്ലൂർ, അജ്മീരത്തെ വണ്ടിയാണിത്. അപ്പോൾ ഇത് ബാംഗ്ലൂരിൽ നിന്നും ഈ ട്രെയിലറുകൾ കയറ്റിയിട്ട്, വോൾവോൻ്റെ ട്രെയിലർ കയറ്റിയിട്ട് ഈ സാധനം മധ്യപ്രദേശിലേക്ക് പോകുന്നതാണെന്നാണ് പറയണത്. ഇതിൻ്റെയൊക്കെ ടയർ എന്ന് പറഞ്ഞൊരു 1.5 ടയറാണ് കണ്ടോ. അതുപോലെ തന്നെ ഇത് ചവിട്ടിയൊക്കെ നോക്കിയ ചവിട്ടിയുടെ സ്റ്റെപ്പൊക്കെ എൻ്റെ അമ്മ. ഇത് വേണമെങ്കിൽ മടക്കി വെക്കാട്ടോ നമുക്ക്, കണ്ടോ? ഇങ്ങനെ മടക്കി വെക്കാം. അങ്ങനെ വേണമെങ്കിൽ അപ്പോൾ കല്ലുമലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. വോൾവോ ഈ വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാരാണ്. ഈ വണ്ടിയിൽ കയറ്റിയിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഇവരോട് ഇതിൻ്റെ കാര്യങ്ങൾ വിശുദ്ധമായിട്ട് ചോദിച്ചു നോക്കാം. ഒരു 4 പേരുണ്ട്. ശരി, ടീ ഒക്കെ കുടിക്കാൻ ഞാൻ ദേ വരുന്നു. ഇതിൻ്റെ ഉള്ളിലൊരു LED സ്ക്രീൻ ഉണ്ട്.
പിന്നെ സൺറൂഫ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ ഫ്രണ്ട് കാണാൻ വേണ്ടിയിട്ടൊരു മിറർ ഉണ്ട് മോളിൽ നിന്ന്. പിന്നെ ഒരു വിൻഷീൽഡ് ഉണ്ട്. പുറത്തുനിന്ന് 2 വൈപ്പർ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഹാൻഡിൽസ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ഹാൻഡിലുണ്ട് അവിടെ. അത് കഴിഞ്ഞ് വോൾവോൻ്റെ ഒരു പെട്ട ലോഗോ, ഒരു ചെറിയ സ്റ്റിക്കർ, കുഞ്ഞ് ഗ്രില്ല്, പിന്നെ തകർക്കാൻ പറ്റാത്ത എന്താ പറയുക ഒരു സ്ട്രോങ് ബോഡി ഫീൽ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അതുപോലെ ഹെഡ്ലൈറ്റ് നോക്കി നിങ്ങൾ, സൂപ്പർ ഹെഡ്ലൈറ്റ് ഒക്കെ നമ്മുടെ കാറ് മാറി നിൽക്കും കേട്ടോ. പിന്നെ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് എന്താണോ പരിപാടി. അങ്ങനെ ഒരു ഗ്രില്ല്, അങ്ങനെ ടോട്ടലി വണ്ടി കാണുമ്പോൾ ഒരു രക്ഷയില്ല എന്ന് പറയില്ലേ. വണ്ടിയൊക്കെ ക്രേസുള്ള. എനിക്ക് ടിപ്പർ ഉള്ളതുകൊണ്ടേ ടിപ്പർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പ്രാന്ത് വരും. അതേപോലെ സൈഡ് മിറർ നോക്കിയേ. ഇവർ ഈ പറഞ്ഞ വില ഞാൻ ഒന്നോടെ ഒന്ന് സെർച്ച് ചെയ്യേണ്ട വരും. ഒരു രക്ഷയിലേട്ടാ. ചായ വെച്ചോണ്ടിരിക്കുക. ഇവരൊരു 6 പേരുണ്ട് 3 വണ്ടിയിൽ. അപ്പം എന്നോട് ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണത്. അപ്പം എന്തായാലും പരിചയപ്പെട്ടപ്പോൾ ജാങ്കോ ഞാൻ വിട്ടു എന്ന് പറയില്ലേ. എല്ലാവരും സിനിമയിൽ എടുത്തു. ഇവരെ മുഴുവൻ ഈ സിനിമയിൽ എടുത്ത പോലെയായിരുന്നു. എല്ലാവരും കാണിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയണത്. യൂട്യൂബിൽ വരുമെന്ന് ചോദിച്ചു. പിന്നെ എന്താ യൂട്യൂബിൽ വരും. അന്ന് ഞങ്ങളെ കൂടി എടുക്കണമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഓരോരുത്തരും നമുക്ക് പരിചയപ്പെടാം. ആള് ഡ്രൈവർ ഓർ ക്ലീനർ? ड्राइवर तुम ड्राइवर है? मैं ड्राइवर हूँ. ആള് ഡ്രൈവറാണിത്. പേരെന്താ? നാം മുഹമ്മദ് ജമീൽ. ഇവരെ ഈ സംഭവം നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് കൊണ്ടുപോണത്. ഇത് പോണത് UP-യിലേക്കാണ്. 2000 കിലോമീറ്റർ ഉണ്ട്. 2000 കിലോമീറ്റർ 7 ദിവസം കൊണ്ട് ഇവർ ഓടിച്ചെത്തിക്കും എന്നാണ് പറയുന്നത്. ഭയ്യ ചായ ഉണ്ടാക്കുന്ന ഭയ്യയുടെ നാം മുഹമ്മദ് സദ്ദി. നാം സദ്ദാം ഹുസൈൻ. ലാദന്റെ ഡൂപ്പാണ് കേട്ടാ. പേര് വെച്ചു ലാദന്റെ പോലെ ഡൂപ്പാണോ? ചെറിയ മോചായി ഉണ്ട് നോക്കിയേ. ലാദൻ. नाम क्या है? गोपाल सैनी. गोपाल तुम्हारा? मोहम्मद आसिफ. മുഹമ്മദ്. അപ്പോൾ എല്ലാവരും നമ്മൾ പരിചയപ്പെട്ടേക്കാണ്. ഈ വണ്ടികൾ ഫുള്ള് നമ്മുടെ കോറി മൈനുകളിലേക്ക് കൊണ്ടുപോകണമെന്നാണ് പറയണത്. ഇവർക്ക് ഇപ്പോൾ 7 ദിവസം കൊണ്ട് ഇവർ ഓടിച്ചെത്തി കഴിഞ്ഞാലും ഇവർക്ക് 1 മാസത്തേക്കാണ് ഇവരുടെ ശമ്പളം. 1 മാസത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 രൂപയാണ് ഇവർക്ക് ശമ്പളം ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ 7 ദിവസം കൊണ്ട് എത്തി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇത് എടുക്കാൻ വരും, ഇല്ലെങ്കിൽ മറ്റുള്ള ഓട്ടങ്ങൾക്ക് പോകും. मेरा चैनल का नाम क्या है? रावल ब्रो. लाइक करो, शेयर करो, सब्सक्राइब करो. എൻ്റെ ചുറ്റുപോറും ഫുള്ള് ആട്ടുങ്ങളായിട്ടോ. കേരള. നമ്മുടെ പ്രാന്തനെ നോക്കിയാൽ ഇവർ എന്താ ചെയ്തേക്കണെന്ന്. നമ്മുടെ പ്രാന്തന് ചുറ്റും വല്ലാത്തൊരു കാഴ്ച തന്നെ. പ്രാന്തനെ നോക്കി നിൽക്കണോ. പല സ്ഥലത്തും പല കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ വണ്ടി നിർത്തി പോരണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ എന്തോ ഒരു കാഴ്ച ഞാൻ അകലേന്ന് കണ്ടു. എന്താണെന്ന് എനിക്ക് വ്യക്തമല്ല. പക്ഷെ ഒരു ചുമപ്പ് കളറാകെ കൂടി. മുളക് പത്തലമുളക്, നമ്മുടെ ഫ്രഷ് മുളക് ഉണക്കാൻ വേണ്ടി ഇട്ടേക്ക് കേട്ടോ. ഹായ്. ഒന്നും പറയാല്ല. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. പൊട്ടണ്ട സാധനമൊക്കെ എങ്ങനെയായി വരുന്നതെന്നാണ്. നോക്കിയൊരു വലിപ്പം നോക്കി. ഇതിൻ്റെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ കൃഷി ചെയ്താലും എനിക്ക് തോന്നണില്ല. ഇത് ഇവർ ഉണക്കാൻ വേണ്ടിയിട്ടേക്കാണ്. ഇത് ഇവിടെ കുറച്ചൊക്കെ ഉണങ്ങി തുടങ്ങിയത് കിടക്കുന്നുണ്ട്, കളറ് മാറിയിട്ട്. ഇത് എവിടെ നിന്ന് പൊട്ടിക്കണ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. നമുക്ക് ചോദിച്ചു നോക്കാം. അവിടെ കുറച്ച് അമ്മച്ചിമാരിയ്ക്കുന്നുണ്ട്. അന്യൻ സിനിമയിലേ ആ പൂ വിരിഞ്ഞ് പാടത്ത് ഇങ്ങനെ നിൽക്കണ പോലത്തെ ഒരു സീനാണ് കേട്ടോ ഈ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരള. അതെ, ഈ ചേച്ചിമാരൊക്കെ ഇവിടെ പണിയെടുക്കുന്നവരാണ്. ഇവർക്കൊക്കെ മറ്റേ തെലുങ്ക് മാത്രമാണ് ഗൊത്തുള്ളൂ. എനിക്കാണെങ്കിൽ തെലുങ്ക് ഗൊത്തുമില്ല. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് നേരം സംസാരിച്ച് നോക്കി. അപ്പോൾ ഇവർ പറഞ്ഞു കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ പച്ചമുളകിൻ്റെ തോട്ടം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അമ്മച്ചി വിളിക്കണ്ട. എന്താണാവോ അമ്മച്ചി പറ. తెలుగు మాట్లాడితే మాకు అర్థమవుతుంది. మాకు అక్కడ భాష రాదు, ఇక్కడ భాష రాదు మాకు. അമ്മച്ചി ഒരു രക്ഷയില്ല അമ്മച്ചി. എനിക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല. മാത്താടാൻ വേട എന്ന് പറഞ്ഞ സാധനമായി. ഒരു രക്ഷയില്ല. അപ്പം അമ്മച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനിവിടുന്ന് വിട്ടു പോവാണ്. കാരണം പ്രത്യേകിച്ച് ഭാഷ അറിയാണ്ട് നിന്ന് കെട്ടിക്കളിച്ചിട്ട് ഹാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു, ഈ സംഭവങ്ങൾ കണ്ടു. നമുക്ക് അടുത്ത സ്ഥലത്ത് അടുത്ത കാഴ്ചകൾ കാണാം. ഞാനൊരു സ്ഥലത്ത് വണ്ടി ഒതുക്കിയിട്ടിട്ടേ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് പിള്ളേർ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ചാനൽ കാണാറുണ്ട്, അങ്ങനെ ഇങ്ങനെയാണൊക്കെ വന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ വല്ലതും കാണാനുള്ള സംഭവങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കപ്പലണ്ടി ഉണ്ട്, കപ്പൽ തരാമെന്ന് പറഞ്ഞു. ദേ മുന്നിൽ പോകുന്ന നമ്മുടെ TVS പോകുന്ന 3 കൂട്ടുകാരാണ്. അപ്പോൾ ആ കൂട്ടുകാരെ പിന്തുടർന്ന് ഞാനിങ്ങനെ പോവുകയാണ്. അവരുടെ വില്ലേജിലേക്ക് തിരിയാണ്. അപ്പോൾ അവരുടെ വില്ലേജ് നമുക്ക് കാണാം. ഇവിടെ നിർത്താട്ടെ നമുക്ക്. അങ്ങനെ അവരൊപ്പം ഞാൻ അവരുടെ ഗ്രാമത്തിലും പോകുകയാണ്. അതിന് മുന്നേ ഈ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഒരു പയ്യനുണ്ട്. അവന് ഇത്തിരി ചമ്മല, അവനൊരു കോടീശ്വരനാണ്, കറോർപ്പതി. അപ്പോൾ അവൻ്റെ ഈ ഹൈവേയുടെ സൈഡിൽ തന്നെ കാണുന്ന ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ മൊത്തം ഇവൻ്റെയാണ്. അവിടെ കാണുന്ന മില്ല്, അതായത് അരിയുടെ മില്ല്, അതുപോലെ തന്നെ വേറെ മില്ലുകളുണ്ടെന്നാണ് പറഞ്ഞത്, ഇവൻ്റെയാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ കപ്പലണ്ടി കൃഷി നടത്തുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവൻ കപ്പലണ്ടിയൊക്കെ പൊട്ടിച്ച് നമുക്ക് തരാം, ഇത് പൊട്ടിക്കേണ്ട പാകമായിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇവരെ 3 പേരെയും പരിചയപ്പെടാം. ഇവർ നമ്മുടെ അടുത്തേക്ക് വന്ന ആദ്യമായിട്ട് നമ്മളെ കണ്ടിട്ട് ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പരിചയപ്പെട്ടത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ മനസ്സിന്? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നാം പോലോ മുനീഷ റെഡ്ഡി. മുനീഷ റെഡ്ഡി. ഇവിടെ എല്ലാ റെഡ്ഡിമാരാട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു മീശയൊക്കെയുള്ള റെഡ്ഡിക്കാരനെ, ഒരു വൈറ്റ് ആൻഡ് വൈറ്റ്, അതേപോലെ എല്ലാവരും റെഡ്ഡിമാരാ. ഇവൻ ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് മുണ്ടൊക്കെ ഇട്ടിട്ട് ആദ്യം മീശയൊക്കെ വെച്ചിട്ട് വരുന്നത്. ഇവന് താടിയൊക്കെ ഉണ്ട്, കണ്ടോ? അപ്പോൾ ഇവന് നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ പിടിക്കാം, മറ്റേ വൈറ്റ് ആൻഡ് വൈറ്റില്ലേ. രാമകൃഷ്ണ. ഇവനും റെഡ്ഡിയാണ്. പക്ഷേ എൻ്റെ ദൈവമേ, റെഡ്ഡിമാരുടെ കളി കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഗഡ്ഡികളായി, റെഡ്ഡിമാർ 10 നമ്മുടെ ഗഡ്ഡികളായി. ഇനി ഇവിടെ വന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവന്നെ ഗണേഷ് സ്റ്റഡി. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ചുള്ളന്മാർ പിള്ളേരാണ്. ഇവരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ പരിചയപ്പെടുമ്പില്ലേ ഒരു സന്തോഷം മനസ്സിന്. അയ്യോ, പഠിക്കാൻ പോയപ്പോൾ ആരും നമ്മുടെ അടുത്തേക്ക് വന്നിട്ടില്ലാന്ന്, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇവർ നമുക്ക് ഈ എന്താ പറയുക കപ്പലണ്ടി കൃഷി കാണിച്ചു തരും. അപ്പോൾ കപ്പലണ്ടി കൃഷി എന്ന് പറഞ്ഞാൽ കപ്പലണ്ടിയുടെ ചെടി കണ്ടോ നിങ്ങൾ? ഇതാണ് കപ്പലണ്ടിയുടെ ചെടി. എനിക്കിത് എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ കുറേ സ്ഥലത്ത് കണ്ടായിരുന്നു സംഭവം, പക്ഷേ എന്താണെന്ന് അറിയാണ്ട് നമ്മൾ വെറുതെ പോയി ഷൂട്ട് ചെയ്തിട്ട് ഇത് എന്തിന് പറിച്ചു നോക്കാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റില്ലല്ലോ. അപ്പോൾ ഇവൻ നമുക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ഇത് പൊട്ടിച്ച് കാണിക്കുന്നതായിരിക്കും. സിമ്പിളി കപ്പലണ്ടി കണ്ടോ? ഫ്രഷ് കപ്പലണ്ടി. കണ്ട കപ്പലണ്ടി. ഞാൻ ഒരെണ്ണം പച്ചക്ക് അടിക്കട്ടാ. പച്ചക്കപ്പലണ്ടി പൊട്ടിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും തിന്നിട്ടുണ്ടാ തോട്ടത്തിലിരുന്നിട്ട്? ഞാൻ അതേ കപ്പലണ്ടി തിന്നാണ്. അടിപൊളി. വയറെങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാവുകയാണോ? എന്തായാലും ഒരെണ്ണം മൊത്തം സാധനം ഇവർ എനിക്ക് പൊട്ടിച്ച് തന്നിട്ടുണ്ട്. എന്തോരം വേണമെങ്കിൽ പൊട്ടിച്ച് തരും കേട്ടോ. നമ്മുടെ സ്വന്തം പിള്ളേരാ, ഇത്ര വലിയ കാശുകാരല്ലേ ഇവർ. നമുക്കൊക്കെ വേണ്ടി ഇതൊക്കെ ചെയ്യും. അല്ല പിന്നെ ഇത് കണ്ടുവോ? ഇതാവാത്ത സാധനം ഇങ്ങനെയായിട്ട് ഇരിക്കുക. കപ്പലണ്ടിയുടെ ആയത് മാത്രമാണ് മറ്റേ ടൈപ്പിലുണ്ടാവുള്ളൂ. നോട്ടെ, നമുക്ക് വലിയതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതെങ്ങനെയാണെന്ന് നോക്കട്ടെ. ആയിട്ടുള്ളത് പ്രശ്നമില്ല, ഇങ്ങനെ ഇരിക്കും. മണി ഉണ്ടാവും കേട്ടോ. ഇല്ലാത്തത് ഒരു മാവ് പോലത്തെ ഇതാവട്ടോ, മൂത്തിട്ടില്ലെങ്കിൽ. 3 മാസം കൂടി കഴിഞ്ഞാലാണ് ഇവൻ അടിപൊളി ഇത്ര വലിപ്പത്തിൽ നമ്മൾ തിന്നണ കടലയുടെ വലിപ്പമായി സൂപ്പറാവുള്ളൂ. ഇപ്പം നോക്കിയ നിലവിൽ ഇങ്ങനെയാണ് കേട്ടോ കപ്പലണ്ടി. ഇത് ഇതിനേക്കാളും കൂടുതലുണ്ടാവും. ആഫ്റ്റർ 3 months ഇത് ഫുള്ള് കപ്പലണ്ടി ആവുമെന്ന് പറയണത്. ഹൗ മച്ച് കിലോ റേറ്റ് ഹിയർ അറിയോ? അറിയില്ല. 1 quintal 6,000. ഒരു കിൻഡലിന് 6,000 രൂപയാണ് കേട്ടോ പറയണത്. 100 kg 6,000. അപ്പോൾ 100 കിലോന് 6,000 രൂപ പറയണത്. അപ്പോൾ സംഭവം ഇതാണ്. അപ്പോൾ കപ്പലണ്ടി കാണാത്തവർ കണ്ടോളൂ. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇത് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിന്നേനെ, പക്ഷേ ആയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ തന്നെ കുഴിച്ചിടാം അല്ലേ? നമുക്കിത് വേണ്ട, കളയാം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ജുരാല പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്നാണ് വെള്ളം വരുന്നത്. അപ്പോൾ വെള്ളം വന്ന് ഇവിടെ ഫുള്ളുള്ളത് കൊണ്ട് കൃഷിക്കൊന്നും വെള്ളത്തിനൊരു പഞ്ഞ ഇവിടെ ഒന്നുമില്ല. ഇവരുടെ ഗ്രാമത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നല്ല ഗ്രാമീണ അന്തരീക്ഷം തന്നെ കേട്ടാ. തെലങ്കാനയുടെ മണ്ണിലൂടെ നമ്മൾ അവരുടെ ഗ്രാമപ്രദേശത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത് കാണാൻ പറ്റും എന്നുള്ളത് അറിയില്ല. അവരെന്തൊക്കെയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇവർ വില്ലേജിൻ്റെ അവിടെ വന്നപ്പോൾ ഒരു സ്കൂൾ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. അപ്പോൾ സ്കൂളിൽ പിള്ളേരുകളൊന്നുമില്ല, കൊറോണ ആയ കാരണം പിള്ളേരുകളൊന്നുമില്ല. അപ്പോൾ ഒക്കെ അടച്ചിട്ടേക്കാണ്. പക്ഷേ ഇവിടെ നമ്മൾ
ഉള്ളപ്പോൾ നമുക്ക് ഇവിടുത്തെ മാഷിനെ കാണാൻ പറ്റി. മാഷ് മലയാളിയാണ്. മാഷ് ദേ ഇവിടെയുണ്ട്. മാഷെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? എൻ്റെ പേര് റിജോ. സ്ഥലം എവിടെയാ? വയനാട്ടിലാണ്. പുള്ളി 8 കൊല്ലമായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആൾ പറഞ്ഞ് കുറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഗ്രാമങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും സ്കൂളൊക്കെ കണ്ടതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ മലയാളി ആയതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ എങ്ങനെയാണ് ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ കുട്ടികൾക്ക്? ഫീസ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ഫീസും കാര്യങ്ങളൊക്കെ? നഴ്സറിയിൽ വരുന്ന കുട്ടികൾക്ക് 600 രൂപ. 600 രൂപ. പിന്നെ എല്ലാ ക്ലാസ്സിലും 100 രൂപ കൂടുതൽ. പിന്നെ ഒക്കെ പാവപ്പെട്ട കുട്ടികളാണെന്നുണ്ടല്ലേ? എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവിടെ പൊതുവെ? ഇവിടെ 600 പിള്ളേരുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കേട്ടില്ലേ, നമ്മുടെ സ്ഥലത്തെ ആൾക്കാരാണ് മറ്റേ എന്താ പറയുക, തെലുങ്കാനയിൽ വന്നിട്ട് വരെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചില്ലറക്കാരല്ല. അതുപോലെ തന്നെ നമുക്ക് സ്കൂളുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചെറുതായിട്ട് കണ്ടില്ലേ, ഓരോരോ ക്ലാസ് റൂമുകൾ സംഭവങ്ങൾ ഒക്കെ ഉണ്ട്. കോവിഡ് ആയ കാരണം ഒക്കെ അടച്ചിട്ടേക്കാണ്. ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് ഇവർക്ക് പകുതി സാലറിക്ക് ഉള്ളൂ എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എന്തായാലും ആൾ പിടിച്ച് നിൽക്കുക തന്നെയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഇവിടെ സ്കൂളിൻ്റെ മുറ്റം നിറച്ചും മണലാണ് കേട്ടോ. കുട്ടികൾ ഓടിക്കളിക്കുക, എന്ത് ചെയ്താലും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ക്ലാസ് റൂമുകളൊക്കെ ദേ ഇവിടെയാണ്. ഞാൻ ക്ലാസ് റൂം ഒരെണ്ണം കാണിച്ചു തരാം. എല്ലാ ക്ലാസ് റൂമും ഇത് ബെല്ലടിക്കുന്ന സാധനമാണ്. പിള്ളേരില്ലാത്ത തന്നെ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഓടി വന്നേനെ. ഇതാണ് ക്ലാസ് റൂം. ക്ലാസ് റൂമിലൊരു ഫാൻ ഉണ്ട്, അതേപോലെ ലൈറ്റ് പോയിന്റും കാര്യങ്ങളും ഉണ്ട്. ABCD അക്ഷരങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലെറ്ററുകൾ, നമ്മുടെ അക്ഷരങ്ങളും അക്കങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ ബോർഡ് സംഭവം നമ്മുടെ പ്രാന്തന അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, പുറത്ത്, സ്കൂളിൻ്റെ പുറത്ത് കണ്ടോ. ഓക്കെ, ഇവിടെ കന്നഡയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേരൊന്നും ഇല്ലാത്ത കാരണം ബെഞ്ച് ഡെസ്കൊന്നും ഇല്ല. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്യലും പെയിൻ്റ് അടിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നീങ്ങാം, അടുത്ത സ്ഥലത്തേക്ക് പോവാം. സ്കൂളുകളില്ലാത്ത കാരണം അവരെ വണ്ടികളൊക്കെ ഇവിടെ ഒതുക്കിയിട്ടേക്കാണ് കേട്ടോ, എല്ലാം ഒതുക്കിയിട്ടേക്ക്. അപ്പോൾ ഇതെന്താ, ഇത് ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ? ഇത് ശരിക്കും ഡിവൈഡ് ചെയ്യണേക്കാളും മുന്നേ അപ്പോൾ പഴയ വണ്ടികളാണ് അല്ലേ? ഓക്കെ. ആദ്യം ഇത് ആന്ധ്രയും തെലങ്കാനയും ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ഇതിപ്പോ സെപ്പറേറ്റ് ആയി. 2014 ജനുവരി ജൂൺ. ഓക്കെ. ആ സമയം മുതൽ വന്നിട്ടുള്ള വണ്ടിയാണ് TS അല്ലേ? പുതിയ വണ്ടികൾ TS ആയിരിക്കും. ഇത് TS ആണ്. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ 2 രജിസ്ട്രേഷൻ കണ്ടു നിങ്ങൾ. അത് AP, ഇത് TS. സ്ഥലം ഒന്ന് തന്നെ. അപ്പോൾ ഇതേ സാറിൻ്റെ മോള് വന്നിട്ട് നമുക്ക് മോളിൽ നിന്ന് പരിചയപ്പെടാം. പറയൂ, പേര് പറഞ്ഞോളൂ. ജാനറ്റ് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ്. അമ്മ എവിടെ പോയി? അമ്മ എവിടെയാ? അമ്മേനെ വിളിച്ചിട്ട് വരുമോ? അമ്മ വരണമെങ്കിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടാ. വേറെന്തൊക്കെ വിശേഷങ്ങൾ? ഒരു വിശേഷമില്ല. ആള് ചമ്മിയിട്ട് ചിരിക്കുകയാണ് കേട്ടോ. ആൾക്കൊന്നും പറയാൻ വാക്കുകളില്ല. അതെ, മലയാളം വശമില്ലാത്തതുകൊണ്ട് കേട്ടോ, പാവം. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് തെറിക്കാട്ടോ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് തെറിക്കാമേ. കുറേ നേരമായി നിന്ന് ചിറ്റണേ. ഓക്കെ. ഒക്കെ പഴയ കാലത്തെ വീടുകളാണ് കേട്ടോ. ഇവിടെ കുറേ പുതിയ വീടുകൾ വന്നിട്ടുണ്ട്. എന്നാൽ കൂടിയും പഴയ കാലത്തെ ഇവരെ ഗ്രാമപ്രദേശം നമ്മളെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ പയ്യൻ്റെ വീടിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അവൻ്റെ വീടാണ് കേട്ടോ ഈ കാണുന്നത്. ഈ കൂടെ വന്ന 2 പയ്യന്മാരില്ലേ, അതിലൊരു പയ്യൻ്റെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ അതേ വീട് അവൻ പുതിയത് അപ്പുറത്ത് വരണം പണിയുണ്ട്. അപ്പോൾ അവന് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി ട്രാക്ടറൊക്കെയാണ്. അതേപോലെ പശുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ വീടിൻ്റെ അവിടേക്ക് വന്നിരിക്കുക. നോക്കിയ കാളവണ്ടി. പഴയ കാലത്ത് നമ്മുടെ അവിടെ ഇതൊക്കെ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ അവിടെ ഒന്നും ഈ വക സാധനങ്ങളില്ല. ഇത് പൂട്ടാൻ വേണ്ടി കാളയുടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ. നമ്മുടെ അവിടെ ഇപ്പോൾ ഇതൊന്നും കാണില്ല. ഇതൊക്കെ നമ്മുടെ അവിടെ എനിക്ക് തോന്നണേ പഴയ സാധനങ്ങൾ, മറ്റേ എന്താ പറയുക, ആൻറ്റിക്ക് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമല്ലേ. അവിടെയൊക്കെ 1000 രൂപ പറയും ഇപ്പോൾ ഈ സൈസ് സാധനത്തിന്. അപ്പോൾ ഇതേ നോക്കി, നമ്മൾ പഴയ കാലത്തൊക്കെ പറയില്ല, ഒരു വണ്ടി കാണുമ്പോഴേക്കും നിറച്ച ആൾക്കാർ ഓടി വരാമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി കണ്ടപ്പോഴേക്കും ഫുൾ ആൾക്കാർ ഓടി ഇങ്ങനെ വന്നേക്കാണ്. പഠിച്ചു വരണേ. പവൻകുമാർ. നിന്റെ അല്ല, എല്ലാവരും എസ്സാണ്. ഇവിടെ വേറെ പുതിയ ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ, നാഗരാജ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ വരുമ്പോഴേ നല്ല രസമാണ് കേട്ടോ. ആരും നമ്മളെ അറിയില്ലല്ലോ. നമുക്കാണെങ്കിൽ ഒരു പുതിയ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ നമ്മൾ പോയിട്ട് വർത്താനം പറയാൻ അറിയാണ്ട് നമ്മളുടെ ഒരു രസം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു പണ്ടാറ ഫീലാണ്. ഭാഷ അറിഞ്ഞു കഴിഞ്ഞാൽ പോയി അതിൻ്റെ ത്രില്ല് പോയി. ഭാഷ അറിയാൻ പാടില്ല, അപ്പോൾ ചിരി മാത്രമേ നടക്കുള്ളൂ നമ്മുടെ. അപ്പോൾ നമുക്ക് ഇവൻ്റെ വീടിൻ്റെ ഉൾവശവും അതേപോലെ ഇവൻ്റെ ട്രാക്ടറും, ഇവൻ്റെ ട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഈ വശത്തൊക്കെ ഇതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ ഒരെണ്ണം കാണിച്ചു കഴിഞ്ഞാൽ ഈ നാട് കാണിക്കുന്ന പോലെ തന്നെയായി. അപ്പോൾ നമുക്ക് ഇവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇവൻ്റെ ട്രാക്ടർ നോക്കി. അപ്പോൾ അവൻ മറ്റേ കാള പൂട്ടുന്ന പരിപാടിക്ക് നിർത്തിയിട്ട് ട്രാക്ടർ മേടിച്ചു. ഈ ട്രാക്ടർ ഇവിടെ കിടക്കണം.
നമ്മുടെ പ്രാന്ത ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പ്രാന്തനെ നമ്മൾ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും റെഡി മേഖലയൊക്കെയാണ്, നിറച്ചും റെഡിമാരൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. അവനും റെഡിയാണല്ലോ. ഇപ്പം നല്ല നല്ല വീടുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള പയ്യൻ്റെ വീട് ഇതാണ്. നമുക്ക് വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം. ഇതൊക്കെയാണ് വീടും കാര്യങ്ങളും സെറ്റപ്പ്. നമ്മൾ കണ്ടോ ലൈറ്റ്. അതെ, ഇവരുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ നോക്കിയ വീടും കാര്യങ്ങളൊക്കെ. ഇത് കിച്ചൺ കിച്ചൺ കയറി വരുമ്പോൾ തന്നെ കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചന്റെ അടുപ്പും കാര്യങ്ങളൊക്കെ ദൈവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പെടായിട്ട്. അതുപോലെ ഗ്യാസ് ഉണ്ട് കേട്ടോ. അതെ, കിച്ചന്റെ അടുപ്പ് അതുപോലെ ഗ്യാസൊക്കെ ഉണ്ട്, ഗ്യാസ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എല്ലാവരും എന്നെ വീട് കാണിച്ചു തരാൻ വന്നേക്കും കേട്ടാ. ഫുൾ ടീം. ഇത് ഫാൻ സെറ്റപ്പ് ഒക്കെ കിച്ചണിൽ തന്നെയുണ്ട്. ഇത് ബെഡ്റൂം. ഇത് ഇവിടെ ഒരാൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും. ഇവിടെ കണ്ടില്ലേ, സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂം എല്ലാ സാധനങ്ങളും ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് എത്ര നാൾ ഇനിയിപ്പോൾ സാധനങ്ങൾ കിട്ടിയില്ലെങ്കിലും ഒരു പേടിക്കാല്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. അരി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അവൻ ഫുള്ള്. നടക്ക്. അപ്പോൾ വീടും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കണ്ടു. TV. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ മച്ചൊക്കെ കണ്ടില്ലേ, നല്ല മരമൊക്കെ അടിച്ച് നല്ല സീലിംഗ് ഒക്കെ അടിച്ച് ക്ലീൻ ആക്കിയൊക്കെയാണ് കേട്ടോ. പഴയ ഇങ്ങനത്തെ ടൈപ്പ് വീടാണെങ്കിലും അത് അങ്ങനെയൊക്കെ നല്ല സ്റ്റൈലിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതെന്തായാലും പെടയാണ്. ഇവിടെ മോറൊക്കെ നോക്കിയാൽ മറ്റേ പഴയ കാലത്ത് നമ്മൾ എന്താ പറയുക, ചാണാനൊക്കെ തേച്ചിട്ട് ഒരു ഇതാക്കില്ലേ, അതേപോലെ ആ സാധനമൊക്കെ തേച്ചിട്ട് പെടാക്കിയിട്ടാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കണ്ടോ, തെലുങ്കാനയിൽ വരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്, നിറച്ചും പിള്ളേരുകളും ആൾക്കാരുകളും. അപ്പൊ ഇവരൊക്കെ നമ്മളുടെ വീഡിയോസ് കാണും. അപ്പൊ നമുക്ക് ഇവരുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഗാവൊക്കെ കണ്ടു, ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങാം. ഓക്കെ, അടുത്ത സ്ഥലം എന്തൊക്കെയാണ് ഇനി കാണാനുണ്ടോ വലുതും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ കഴിയുകയാണോ ഒന്നും അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. സ്കൂളിലത്തെ മാഷായിട്ട് സംസാരിച്ചപ്പോഴേ ആള് വന്ന സമയത്തൊക്കെ ഇവിടെ ഫുള്ള് എന്താ പറയുക, ചെറിയ വീടുകളൊക്കെ ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറി എല്ലാം ടെറസ് കണ്ടോ, ടെറസ് വീടുകളും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ആയി. എന്നാലും ഗ്രാമം പഴയ ഒരു ഗ്രാമത്തിന്റെ സ്റ്റൈൽ തന്നെയെന്ന് പറയില്ലേ നമ്മൾ, ആ ഒരു സെറ്റപ്പിൽ നിൽക്കണേ. അപ്പോൾ ഇവരൊരു അമ്പലം ഉണ്ട് ഇവിടെ, ആ ഒരു അമ്പലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവരുടെ കുറേ വീട്ടുകാർ കൂടിയിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം. അതേ കാണുന്നത് തന്നെയാണ് അമ്പലം. ഇതാണ് കേട്ടോ ഇവരുടെ അമ്പലം എന്ന് പറയുന്ന സംഭവം. കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ള കാരണം ആ പണി കഴിഞ്ഞ് വന്നിരുന്ന എഡിറ്റ് ചെയ്യാൻ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഒന്ന് വണ്ടി ഓടിച്ചു തുടങ്ങിയത്. അപ്പോഴേക്കും നേരം വൈകി. അപ്പൊ പിന്നെ കുറച്ച് ദൂരം കൂടി പോവാമെന്ന് വിചാരിച്ചു. എവിടെ വരെ എത്തും എന്നുള്ളത് അറിയില്ല. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതേ വീണ്ടും അകലം വഴിയിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഫുൾ ബ്ലോക്കായിട്ട് ഞാനൊരു മണിക്കൂറിന്റെ മുകളിലായി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എന്തായാലും കുഴപ്പമില്ല, കുറച്ച് ദൂരം എന്തായാലും പോകുന്നു. അല്ലാണ്ട് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് പോകണം. രാവിലെ കഴിച്ചല്ലേ, പിന്നെ കഴിച്ചിട്ടില്ല. രാവിലെ കുറച്ച് വടയും ഒരു ഇഡ്ഡലിയും പിന്നെന്താ മറന്നു പോയി കഴിച്ചതൊക്കെ. അത് തന്നെ, ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ക്ഷീണമില്ല, ഹാപ്പിയാണ്. ഞാൻ ഹൈവേ കട പോകുമ്പോഴേ ഒരു അടിപൊളി ഹോട്ടൽ മീൻസ് ലൈറ്റിങ് കണ്ടപ്പോൾ എന്തായാലും അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഒരു ഹൈദരാബാദി ബിരിയാണി കഴിക്കാനായിട്ട് തീരുമാനിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹൈദരാബാദ് സിറ്റി എത്തും. അപ്പോൾ സിറ്റി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റഷായിരിക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിച്ച് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ടേസ്റ്റും അറിയാൻ പറ്റും. പിന്നെ നമുക്ക് റഷിലേക്ക് പോകാൻ വേണ്ട. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് ഇതാണ് ആ ഹോട്ടൽ. നിറച്ചും കളർഫുള്ളായിട്ടുള്ള ഇതാണ്. ഞാൻ ഉള്ളിൽ പോയി ചോദിച്ചിരുന്നപ്പോൾ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ബിരിയാണി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ള ബിരിയാണി കിട്ടുള്ളൂ, അന്നൊന്ന് പുറത്തിറങ്ങി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ബിരിയാണി റെഡി ആയോ ഇല്ലേ എന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മുടെ പ്രാന്തന് ഇവിടെ കിടക്കുന്നുണ്ട്. പ്രാന്തന് ഒതുക്കി നമ്മൾ ഹോട്ടലിൻ്റെ അവിടെ നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് ഇട്ടേക്കാണ്. അപ്പോൾ പ്രാന്തന് ഇവിടെ കിടക്കട്ടെ. പ്രാന്തന് നാളെ ഫുഡ് കൊടുക്കാം. നമുക്ക് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഹോട്ടൽ കാണിച്ചു തരാട്ടെ ഞാൻ നിങ്ങൾക്ക്. ഹോട്ടൽ കണ്ടോ, നല്ല അടിപൊളി സെറ്റപ്പാണ്. ബിരിയാണി കഴിച്ചു തുടങ്ങി. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് ബിരിയാണി ഹൈദരാബാദിൽ തന്നെ വന്നിട്ട് കഴിക്കണം കേട്ടോ. അല്ലാണ്ട് വേറെ എവിടെയും പോയി കഴിച്ചിട്ട് കാര്യമില്ല. ഹൈദരാബാദിൽ വരുമ്പോൾ ഹൈദരാബാദ് ബിരിയാണി കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു ഫീല്. നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഫുള്ള് കഴിക്കാൻ പറ്റും. ഒരു സാധനം നോക്കി ഒരു പ്ലേറ്റിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചട്നിയും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് വേണം. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അടുത്ത് നിന്ന് പറയണത്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് നന്നായിട്ട് കേൾക്കണില്ല, വളരെ കുറവാണ്. അപ്പോൾ ഞാൻ സൗണ്ട് കൂട്ടിയിട്ടിട്ട് എന്നിട്ട് വെച്ച് നോക്കി, എന്നിട്ടും അങ്ങോട്ട് ക്ലിയർ ആവണില്ല. അപ്പോൾ അതെനിക്ക് മനസ്സിലായി സംഭവം. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ മാറ്റിത്തരാം. നമ്മൾ കുറേ നേരം രാത്രിയിൽ യാത്ര ചെയ്യാനുള്ള ഒരു പരിപാടിക്കാണ് നിൽക്കുന്നത്. കാരണം ഉറക്കമൊന്നും വരുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പോണത്ര ദൂരം അങ്ങോട്ട് പോകാൻ രാത്രിയിൽ കുറേ ദിവസമായിട്ട് അധികം നീങ്ങണില്ല എന്ന് എനിക്ക് തന്നെ ഒരു തോന്നല്. അപ്പോൾ അത് കാരണം ലേശം കൊണ്ട് നമുക്ക് നീക്കി പിടിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ട്രാവൽ ബ്രോസ് അടുത്ത വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ 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 ബൈ.